ഡിയർ സ്റ്റുഡൻസ്, എഡ്യൂഫെൽ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ നോൺ ഫിക്ഷൻ എന്ന രണ്ടാമത്തെ ബ്ലോക്കിലെ ദി ആൻസൈറ്റി ഓഫ് ഇന്ത്യൻനെസ് എന്ന എസ്സേ ആണ്. എസ്സേയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. ദി ആൻസൈറ്റി ഓഫ് ഇന്ത്യൻനെസ്. ഇന്ത്യയുടെ സംസ്കാരം ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കാൻ പാടുപെടുന്ന ഇന്ത്യൻ എഴുത്തുകാരെക്കുറിച്ച് മീനാക്ഷി മുഖർജി എഴുതിയ ഒരു ഉപന്യാസമാണ് ദി ആൻസൈറ്റി ഓഫ് ഇന്ത്യൻനെസ്. മീനാക്ഷി മുഖർജിയുടെ ലേഖനം ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷന്റെ വെല്ലുവിളികളും വളർച്ചയും ചർച്ച ചെയ്യുന്നു, അതിന്റെ സാംസ്കാരിക വശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇംഗ്ലീഷ് പോലുള്ള കൊളോണിയൽ ഭാഷയിൽ ഇന്ത്യൻ മൂല്യങ്ങൾ പ്രകടിപ്പിക്കാൻ ഇന്ത്യൻ ഇംഗ്ലീഷ് സാഹിത്യം പാടുപെടുന്നു. രാജാ റാവുവിനെപ്പോലുള്ള ആദ്യകാല എഴുത്തുകാർ പുരാണങ്ങളും ചരിത്രവും റിയലിസവും ഇടകലർത്തി ഇന്ത്യൻ കഥകളിലേക്ക് ഇംഗ്ലീഷിനെ സ്വീകരിച്ചു. ജാതി അടിച്ചമർത്തൽ, സ്ത്രീകളുടെ പോരാട്ടങ്ങൾ, ഇന്ത്യൻ ഐക്യം തുടങ്ങിയ വിഷയങ്ങൾ ആദ്യകാല ഇന്ത്യൻ ഇംഗ്ലീഷ് നോവലുകളിൽ സാധാരണമായിരുന്നു. സൽമാൻ റുഷ്ദിയുടെ മിഡ്നൈറ്റ്സ് ചിൽഡ്രൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനെ ഉത്തരാധുനിക സാങ്കേതിക വിദ്യകളും ലോകമെമ്പാടുമുള്ള അംഗീകാരവും കൊണ്ട് മാറ്റിമറിച്ചു. ഇംഗ്ലീഷ് ഒരു സാഹിത്യഭാഷ എന്ന നിലയിൽ പ്രാദേശിക ഭാഷകളെ മാറ്റിനിർത്തി ഇന്ത്യൻ സംസ്കാരത്തെ ഏകീകരിക്കുന്നു. പ്രാദേശിക സാഹിത്യം പ്രാദേശിക യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷ് ഫിക്ഷനോളം ആഗോള ശ്രദ്ധ നേടുന്നില്ല. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഇന്ത്യൻ ഇംഗ്ലീഷും പ്രാദേശിക സാഹിത്യവും ആവശ്യമാണെന്ന് മീനാക്ഷി മുഖർജി വിശ്വസിക്കുന്നു. മൊത്തത്തിൽ, ഇന്ത്യയുടെ സംസ്കാരം ഇംഗ്ലീഷിൽ പ്രകടിപ്പിക്കുന്നതിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാർ നേരിടുന്ന വെല്ലുവിളികളും രാജ്യത്തിന്റെ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നതിൽ പ്രാദേശികവും ഇംഗ്ലീഷ് സാഹിത്യവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയും ലേഖനം പരിശോധിക്കുന്നു.